എല്ലാവർക്കും mftech സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബബിൾസ് മെഷീനാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്റ്റേജിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ബബിൾസ് മെഷീനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോകാം. നമ്മൾ ക്ലിക്ക് കൂടിന് ഉപയോഗിക്കുന്ന നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റൗണ്ടിൽ നമുക്കിത് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളൊരു ചോറും പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടാണ് ഇത് വരച്ചെടുക്കുന്നത്. ഇനി കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റൗണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് റൗണ്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം ഒരു രൂപമുള്ളൊരു ഷേപ്പിൽ നമ്മൾ അത് വെട്ടിയെടുക്കണം. അപ്പോൾ സൂക്ഷിച്ച് വെട്ടണം, കൈയൊന്നും മുറിയാതെ. അതുപോലെ കമ്പി കട്ട് ചെയ്ത് 2 പീസാണ് നമുക്ക് ആവശ്യം. നമ്മൾ 2 സൈഡിൽ നിന്നും ബബിൾസ് പറപ്പിക്കുന്നുണ്ട് ഗിയർ മോട്ടർ വെച്ചിട്ട്. അപ്പോൾ 2 പീസുകൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മളിതിന് ചെറിയൊരു വളവുണ്ടാവും, അത് കൈ കൊണ്ട് തന്നെ നിവർത്തിയെടുക്കുക. ഇപ്പോൾ നമ്മൾ 8 ഇഞ്ച് നീളമുള്ളൊരു പാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ഐസ്ക്രീമിൻ്റെ ടിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കയ്യിലുള്ള പാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ഈ കമ്പിയുടെ നീളം വരുന്നത് 7 ഇഞ്ച് താഴെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കറങ്ങുന്നതുകൊണ്ട് കുറവാണ് എടുത്തേക്കുന്നത്. പകുതി ഭാഗം വരുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ 2 സൈഡിൽ നിന്ന് 3 ഇഞ്ച് എടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന കള്ളിയാണ് നമുക്ക് അതിൻ്റെ സെൻറ്ററായിട്ട് കണക്കാക്കേണ്ടത്. ഇതുപോലെ മരത്തിൻ്റെ ഒരു പീസ് ചെറുത് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൽ സെൻറ്റർ മാർക്ക് ചെയ്യാം. നമ്മളെ ഗിയർ മോട്ടറിൽ നിന്നുള്ള ഷാഫ്റ്റ് കയറുന്നതിന് വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഹോൾഡ് ചെയ്യണം. ഷാഫ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊടക്കമ്പിയുടെ ഒരു പീസാണ്. ഇത് മാർക്ക് ചെയ്ത 4 കോർണറിലായിട്ട് നമുക്ക് 4 മുള്ളാണികൾ വെച്ച് തറച്ചു കൊടുക്കണം, നമ്മൾ ഈ നെറ്റ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ 2 എണ്ണം ചെയ്യണം, 2 സൈഡിലേക്ക് ആയിട്ട്. ഇത് നമ്മുടെ ഫാനിൻ്റെ മോട്ടർ വയ്ക്കുന്നതിനുള്ള ക്ലാമ്പാണ്. ഇത് ഒരു മരത്തിൻ്റെ പീസിൽ നമ്മൾ ഇതുപോലെ ഹോൾ ചെയ്ത് പിടിപ്പിക്കാം. നമുക്ക് നമ്മളെ ഗിയർ മോട്ടർ ഇതുപോലെ ഒരു മരത്തിൻ്റെ പീസിൻ്റെ മുകളിൽ വെച്ച് ഫിറ്റ് ചെയ്യാം. നമ്മളുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരത്തിൻ്റെ പീസ് വെച്ചത്. ഇതുപോലെ ഒരു ക്ലാമ്പ് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. നമ്മളുടെ ഈ ബാറ്ററി നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഉറപ്പിക്കാം. ഇതിപ്പോൾ ഒരു 4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്, റീചാർജബിൾ ആണ്. 1 മണിക്കൂറോളം അതിൻ്റെ ചാർജിൽ നിൽക്കും.
നമ്മളതിൻ്റെ കൂടെ ഒരു ചാർജിങ് സോക്കറ്റ് കൂടി വെക്കുന്നുണ്ട്. നമ്മൾ ഈ ബാറ്ററി മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഈ പാത്രത്തിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷാമ്പോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന വിമ്മോ അങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബബിൾസ് മെഷീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മളുടെ ചാർജറിൽ നിന്ന് കണ്ട ഈ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ചാർജർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി ചെറിയ ബാറ്ററികൾ മേടിച്ച് പൈസ അധികം പോകില്ല. ബാറ്ററിക്ക് ഒരു 80 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ബാറ്ററികൾ വാങ്ങണ്ട, ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഈ ബബിൾസ് മെഷീൻ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ബബിൾസ് മെഷീൻ നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്.